ശ്രീ ജി വി ഹരി, ഇവിടെ കോൺഗ്രസ് എന്തെല്ലാം കാര്യങ്ങളാണ് RSSന് മേൽ ചൂണ്ടിക്കാട്ടുന്നത്? അവരൊരു വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിച്ചുകൊണ്ട്, കാരണം ഹിന്ദുത്വ എന്നുള്ളതൊരാശയമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഹൈന്ദവ ആരാധനാമൂർത്തികളെ അടക്കം അവഹേളിക്കുന്ന പ്രവണത കേരളത്തിലുടനീളം തുടരുന്നുണ്ട്. അതിനെതിരെയൊന്നും ഒരക്ഷരം പോലും ഉരിയാടാത്ത കോൺഗ്രസ് എങ്ങനെയാണ് ഇത് RSS മാത്രമാണ് വർഗീയ പാർട്ടി എന്ന് പറയുന്നത്? രോഹിണി, ഈ ചർച്ചയിൽ ഞങ്ങൾ 3 പേരും, അതായത് ശ്രീ ഹസ്കർ ആണെങ്കിലും ഡോക്ടർ മോഹൻ വർഗീസ് ആണെങ്കിലും ഞാനാണെങ്കിലും സദാനന്ദ മാഷ് പറഞ്ഞ ആ 3 പഞ്ചതത്വങ്ങൾ അല്ലെങ്കിൽ പഞ്ചപരിവർത്തന തത്വങ്ങൾ കേട്ട് ഞെട്ടിപ്പോയി. കാരണം ഞാൻ അസ്കർ അത് വളരെ തമാശയോടെ പറഞ്ഞു, മോഹൻ സാർ അത് കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞു. ഞാൻ മോഹൻ സാറോട് പറയായിരുന്നു, ഇത് RSSൻ്റെ പരിവർത്തന പരിപാടി തന്നെയാണോ എന്ന് ചോദിച്ചത് അങ്ങനെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് പുതിയ പരിവർത്തന സംവിധാനമാണെങ്കിൽ നിങ്ങൾ കോൺഗ്രസ് അല്ലെങ്കിൽ അസ്കർ പറഞ്ഞ പോലെ ഗാന്ധിയൻ ആശയങ്ങളെ പുലുകി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ എൻ്റെ ചർച്ചയുടെ തുടക്കം തന്നെ ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒന്നുകൂടി ഇത് വിശദീകരിക്കാം വേറെ തരത്തിൽ. കുടുംബങ്ങളിൽ നിന്ന് ഫാമിലി ഈസ് ദ ബേസിക്, ഞാൻ സോഷ്യോളജിയാണ് എൻ്റെ സബ്ജക്റ്റ്, അതുകൊണ്ട് ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. അവിടെ നിന്ന് തുടങ്ങുകയാണ്. അവിടെ നിന്ന് പരിവർത്തനം സമൂഹത്തിലേക്ക് വരുന്നു. ആ സമൂഹത്തിലെ പരിവർത്തനവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയിലേക്ക് വരുന്നു. പരിസ്ഥിതിയിൽ നിന്ന് സ്വദേശിയിലേക്ക് വരുന്നു. സ്വദേശിയിൽ നിന്ന് പൗരബോധത്തിലേക്ക് വരുന്നു. പൗരബോധത്തിൽ നിന്ന് വികസിത രാജ്യത്തിലേക്ക് വരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളാരും ഒരു തെറ്റും കാണുന്നില്ല. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഇതാണ് ഞങ്ങൾ കുറേ കാലമായി ഈ രാജ്യത്ത് 10-75 വർഷക്കാലമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയം. ആ ആശയത്തെ ഒരു പുനർവിചിന്തനത്തിലൂടെ മാറ്റാൻ അല്ലെങ്കിൽ സ്വീകരിക്കാനായിട്ട് സദാനന്ദ മാഷ് പറഞ്ഞതുപോലെ RSSന് സാധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളാരും തെറ്റ് കാണില്ല. മോഹൻ സാറ് തെറ്റ് കാണുന്നില്ല, അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അത്. പക്ഷേ അതിനകത്ത് പറയുന്ന പ്രശ്നം എന്താണ്? ഹിന്ദുത്വ. There is a struggle between this Hindutva and Hinduism, or Hindutva versus Hinduism. ഒരിക്കൽ രാഹുൽ ഗാന്ധി ഇത് വളരെ കൃത്യമായി പാർലമെൻറ്റിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ ഹിന്ദുവാണ്, ഐ ആം എ പ്രൗഡ് ഹിന്ദു. ഞാൻ ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. എന്താണ് ഹിന്ദു? ന ഹിംസായതേ ഹിന്ദു, ന വാച ന മന കർമ്മ. മറ്റൊരാളെ ഹിംസിക്കാത്തത് ന ഹിംസായതേ ഹിന്ദു എന്നാണ്. അപ്പം മറ്റൊരാളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അല്ലെങ്കിൽ ഒരു തരത്തിലും ഹിംസിക്കാത്തവനാണ് ഹിന്ദുവെങ്കിൽ, ആ ഹിന്ദു എന്ന് പറയുന്ന ആശയത്തിലാണ് ഹിന്ദുയിസത്തിൻ്റെ അടിത്തറയെങ്കിൽ ആ ഹിന്ദുയിസത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി സി ദ ഫ്രീഡം ഇൻ ഹിന്ദുയിസം. 33 കോടി ദൈവങ്ങളുണ്ട്. എനിക്ക് ചരാചരങ്ങളിൽ വിശ്വസിക്കാം. എനിക്ക് ഗണപതിയിൽ വിശ്വസിക്കാം, എനിക്ക് നരസിംഹമൂർത്തിയിൽ വിശ്വസിക്കാം, എനിക്ക് വിഷ്ണു ഭഗവാനിൽ വിശ്വസിക്കാം, എനിക്ക് ശിവനിൽ വിശ്വസിക്കാം, എനിക്ക് ആറ്റുകാലമ്മയിൽ വിശ്വസിക്കാം, തൊട്ടപ്പുറത്തുള്ള കൊഞ്ചിറവള ദേവീക്ഷേത്രത്തിലെ ദേവിയിൽ വിശ്വസിക്കാം. ഈ 33 കോടി ദൈവങ്ങളെ വിശ്വസിക്കാനുള്ളൊരു ഫ്രീഡം തരുന്ന ഏതെങ്കിലും മറ്റൊരു സംവിധാനം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ RSS അത് മുന്നോട്ടെടുക്കുമ്പോൾ, അത് ഹിന്ദുത്വയിലേക്ക് വരുമ്പോൾ, ഇവിടെ ഹസ്കർ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഒരു ജനാധിപത്യം ഇല്ലാത്ത ഒരവസ്ഥ നമുക്കതിനകത്ത് കാണാൻ സാധിക്കും. അതിനൊരു ഉദാഹരണമായി ഹസ്കർ പറഞ്ഞതിന് ഞാനും പിന്താങ്ങുകയാണ്. ഇത്രയും വർഷമായി 100 വർഷം. ആ 100 വർഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, 75 വർഷമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ എവിടെയായിരുന്നു RSS എന്നൊരു ചോദ്യം ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. RSSനെ കണ്ടിരുന്നില്ല. RSSൻ്റെ ചില നേതാക്കന്മാരൊക്കെ വന്നിട്ട് അവരൊക്കെ മാപ്പെഴുതി കൊടുത്തു പോയി എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതാണ് RSS മുന്നോട്ട് വെക്കുന്നതെങ്കിൽ, ഈ പരിവർത്തന തത്വമാണ് RSS മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് സ്വാഗതാർഹമാണ്. അതിനകത്തൊരു സംശയവുമില്ല. കാരണം അതിനകത്ത് തെറ്റൊന്നും കാണാൻ സാധിക്കുന്നില്ല. എവിടെയാണ് ഒരു കുടുംബത്തിന് പരിവർത്തനം ഉണ്ടാകേണ്ട എന്ന് നമ്മൾ പറയുന്നത്? എവിടെയാണ് ഒരു സമൂഹത്തിന് പരിവർത്തനം വേണ്ട എന്ന് നമ്മൾ പറയുന്നത്? എന്താണ് പരിസ്ഥിതി എന്തിനു സംരക്ഷിക്കണം എന്ന് ആരാണ് ചോദിക്കുന്നത്? അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഈ സമൂഹത്തിലെ ജനങ്ങൾക്കൊരു സിവിക്സ് സെൻസ് ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം വികസിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഇനി രോഹിണി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. രോഹിണി ചോദിച്ചൊരു ചോദ്യം, ഇവിടെ നിങ്ങൾ കോൺഗ്രസ്സുകാർ ഇവിടെ ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ എവിടെയായിരുന്നു? കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ച എനിക്ക് തോന്നുന്നു രോഹിണി കണ്ടിട്ടുണ്ടായില്ലെന്ന് തോന്നുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടക്കൽ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ CPM നടത്തിയിട്ടുള്ള വിപ്ലവ ഗാനത്തിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഒരുപാട് ചർച്ചകളിൽ നേരിട്ട് പങ്കെടുത്ത ആളാണ്. അതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട്, അഷ്കർ ഇടതുപക്ഷ നിരീക്ഷകനാണ്, അദ്ദേഹം ഒരുപക്ഷെ അത് അംഗീകരിക്കില്ലായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം അതിനോടൊപ്പം കൂട്ടുനിൽക്കില്ലായിരിക്കാം. പക്ഷേ അന്ന് അവിടെ വന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ഏറ്റവും വിശദമായി വിമർശിച്ചൊരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. കാരണം ഈ മതത്തെ
ഈ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തുന്നതിനെ വ്യക്തിപരമായി എതിർക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി അത് RSS മാത്രമല്ല വർഗീയത പറയുമ്പോൾ ഞങ്ങൾ എതിർക്കുന്നത് SDPI. നോക്കൂ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ പ്രകാരം ഏത് വ്യക്തികൾക്കും, കുറച്ച് ആളുകൾക്ക്, വ്യക്തികൾക്ക്, ഏത് സംഘടനകൾക്കും രൂപം കൊടുക്കാം. അത് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും ആകാം. പക്ഷേ അവർ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്, പരിസ്ഥിതിയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ്, സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിനോടൊപ്പം കോൺഗ്രസ് പാർട്ടി ഉണ്ടാവും. പക്ഷേ എവിടെയെങ്കിലും ഒരു വിഘടനവാദമോ അതിനെ വർഗീയവൽക്കരിക്കുകയോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം വളരാൻ അനുവാദം ഉണ്ടാകണമെന്നും അവർ മാത്രം ഇവിടെ വളർന്നാൽ മതി എന്നും പറയുന്ന ആശയത്തെ എല്ലാ കാലത്തും കോൺഗ്രസ് എതിർത്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എതിർത്തിട്ടുണ്ട്. അങ്ങനെ എതിർത്ത ആളുകളെയൊക്കെ കൊന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ എതിർത്തിട്ടുള്ള ആളുകളെ ബോംബ് വെച്ച് ചിന്നിച്ചിതറിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും കൊണ്ട് കോൺഗ്രസ് പാർട്ടി അത് അവസാനിപ്പിച്ചിട്ടില്ല. കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് തന്നെ പോകും. രാജ്യം മുന്നോട്ട് വെക്കുന്ന ഭരണഘടന ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ജവഹർ ബാൽ മഞ്ച് എന്ന് പറയുന്ന സംഘടനയുമായി ഞാൻ കഴിഞ്ഞ 10-15 വർഷക്കാലത്തോളം ഞാൻ പ്രവർത്തിക്കുന്നത് ഒറ്റ കാരണത്തിലാണ്, ഒറ്റ അടിസ്ഥാനമാണ്. വാട്ട് ഈസ് ദ ഐഡിയോളജി ഓഫ് ജവഹർ ബാൽ മഞ്ച് എന്നോട് ചോദിച്ചാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി ഐഡിയോളജി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവിടെ എൻ്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി എന്നോട് വ്യക്തിപരമായി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ദിസ് ഓർഗനൈസേഷൻ ഈസ് നോട്ട് ഫോർ കോൺഗ്രസ് പാർട്ടി, ദിസ് ഈസ് ഫോർ ദിസ് കൺട്രി എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടിയിട്ടല്ല ഈ സംഘടന. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൗലികമായിട്ടുള്ള ആശയങ്ങളെ നിങ്ങൾ ശക്തിപ്പെടുത്തൂ, അതിലൂടെ രാജ്യത്തെ ഭാരതം എന്ന് പറയുന്ന ആശയത്തെ ഒന്നിപ്പിക്കൂ എന്നാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാഷ് ഞാൻ പറഞ്ഞത് കേട്ട് അത്ഭുതപ്പെട്ടു എന്ന് പറയുന്നത് എനിക്കൊരു അത്ഭുതവുമില്ല. കാരണം മാഷ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ആ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആശയങ്ങളെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ള ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഒരു സംശയവുമില്ല. പക്ഷേ അതിനകത്ത് ഒരാശയം അദ്ദേഹം എവിടെയോ വിഴുങ്ങിയിട്ടുണ്ട്. ആശയം മറ്റൊന്നല്ല, സെക്കുലർ എന്ന് പറയുന്ന ആശയമാണ്. ഇനി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന് കൂടി ഞാൻ മറുപടി പറയട്ടെ രോഹിണി. അദ്ദേഹം പറഞ്ഞു 1975 ഈ ഭരണഘടനയെ തിരിച്ചുപിടിക്കാൻ വേണ്ടി RSS അത് ശക്തമായിട്ട് മുന്നോട്ട് വന്നു. എനിക്കത് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ്. ഇപ്പോൾ എന്നെക്കാളും ഈ കാര്യത്തിൽ കൃത്യമായ മറുപടി അറിയാൻ കഴിയുന്ന ആളാണ് പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ കൂടിയായിട്ടുള്ള ഡോക്ടർ മോഹൻ വർഗീസ്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. രാജ്യത്തിൻ്റെ ഭരണഘടന എപ്പോഴൊക്കെ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ ആ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ജനത ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ സംരക്ഷിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2024 തെരഞ്ഞെടുപ്പ്. ആ 2024 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചൊരു വലിയ മുദ്രാവാക്യമുണ്ട്, ഇസ് ബാർ 400 പാർ എന്നാണ്. ഇത്തവണ 400-ൽ കൂടുതൽ എന്നാണ്. പക്ഷേ നമ്മൾ കണ്ട കാഴ്ച എന്താണ്? ഈ രാജ്യത്തിൻ്റെ 4000 കിലോമീറ്ററുകൾ അദ്ദേഹം നടന്നു നീങ്ങിക്കൊണ്ട് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു നമ്മുടെ ഭരണഘടന വെല്ലുവിളി നേരിടുന്നു എന്നാണ്. നമ്മുടെ ഭരണഘടന എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന വലിയ വെല്ലുവിളികൾ നേരിടുന്നു. ആ വലിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഈ ഭരണഘടനയെ തിരുത്തിക്കുറിക്കാൻ കുറേ ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ പറഞ്ഞ വാക്കുകൾ രാജ്യത്തിൻ്റെ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ് 300 മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടി 2 തവണ അധികാരത്തിലേക്ക് വന്ന് ഒരാളുടെയും സഹായമില്ലാതെ ഭരിച്ച BJP ഇന്ന് മറ്റ് സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടി ഭരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഭരണഘടന വെല്ലുവിളി നേരിട്ടാൽ രാജ്യത്തിൻ്റെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതുകൊണ്ട് മാഷേ ഞാൻ പറഞ്ഞതിൽ ഒരു അത്ഭുതമില്ല. ഞാനും താങ്കളുമൊക്കെ തന്നെ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന പകർന്നു കൊടുക്കാൻ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു സങ്കടകരമായ കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഭരണഘടനയുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യം മുഴുവൻ സഞ്ചരിക്കുക അല്ലെങ്കിൽ എൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുമ്പോൾ ഒരുപാട് കുട്ടികളെ കാണാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാനൊരു കോളേജിൽ ഒരു ക്ലാസ് എടുക്കാനായിട്ട് പോയപ്പോൾ അവിടെ ഞാൻ കുട്ടികളോട് ചോദിച്ചു, രാജ്യത്ത് എത്ര മതമുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ചെറിയ കുട്ടികളല്ല കേട്ടോ, എൻ്റെ മുമ്പിലിരിക്കുന്നതെല്ലാം 20 വയസ്സ് 22 വയസ്സുള്ള കുട്ടികളാണ്. രാജ്യത്ത് എത്ര മതമുണ്ട് എന്ന് ചോദിച്ചു. രാജ്യത്ത് എത്ര മതമുണ്ടെന്ന് കൃത്യമായി കുട്ടികൾക്ക് അറിയില്ല. അതായത് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് എത്ര മതമുണ്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞു 11 മതങ്ങളുണ്ട് രാജ്യത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതങ്ങളുള്ളത്, ലോകത്തെ ഏറ്റവും കൂടുതൽ 198 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മതമുള്ള രാജ്യം നമ്മുടെ രാജ്യമാണ്. അനിമിസമടക്കം 11 മതങ്ങൾ. ഏറ്റവും അവസാനമായി 1975 വന്ന ബഹായി മതം, ആ ബഹായി മതം കടന്നു വന്നപ്പോഴും ആ ഹിന്ദുത്വത്തിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി അവർക്ക് 75 ഏക്കർ സ്ഥലം ഡൽഹിയിൽ കൊടുത്തു. അവിടെയാണ് ലോട്ടസ് ടെമ്പിൾ ഉള്ളത്, ബഹായി ടെമ്പിൾ എന്ന് പറയുന്ന ലോട്ടസ് ടെമ്പിൾ ഉള്ളത്. ഞാൻ ആ ചോദ്യം ചോദിച്ചു, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, ഏതാണ് രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതം എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇരുന്നിരിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം കുട്ടികളും ഹിന്ദുമതം എന്നാണ് പറഞ്ഞത്. ഞാൻ പറയട്ടെ, അധ്യാപകൻ എന്ന നിലയിൽ തലകുലിച്ചു പോകുന്നൊരാശയമാണ്. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയം രാജ്യത്തിന് മതമില്ല എന്നുള്ളതാണ്. അവിടെ കഴിഞ്ഞ 10 വർഷക്കാലമായി രാജ്യത്തിനൊരു പ്രത്യേക മതമുണ്ടെന്നും ഈ മതമാണ് രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ആളുകൾക്കിടയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതും എന്നെ സങ്കടപ്പെടുത്തുന്നു. ഞാൻ തുറന്ന് സമ്മതിക്കുകയാണ്.
അപ്പോൾ അതിനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനെ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുപോകാൻ ഈ പഞ്ചതത്വങ്ങൾക്കൊപ്പം ഈ പരിവർത്തന തത്വങ്ങൾക്കൊപ്പം ഒരു തത്വം കൂടി ആഡ് ചെയ്യണം, അത് ഇൻക്ലൂസീവ്നെസ് ആണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശരി, പക്ഷേ കുട്ടികളോട് തെറ്റിദ്ധരിപ്പിക്കുന്ന ചോദ്യം ചോദിച്ചാൽ അവർ അതിന് ഉതകുന്ന ഉത്തരമല്ലേ നൽകുകയുള്ളൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അവിടെ രോഹിണി അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് ഞാൻ ചോദിച്ച ചോദ്യത്തിൽ തെറ്റെന്ന് പറയാമോ? ശരി, കാരണം കുട്ടികളാണ് അല്ല, രോഹിണി അങ്ങനെ തിരുത്ത് പറഞ്ഞതുകൊണ്ട് എനിക്ക് രോഹിണിയോട് ഒരു ചോദ്യം, ഞാൻ ചോദിച്ച ചോദ്യത്തിൽ തെറ്റൊന്നും എനിക്ക് ഇത് പറഞ്ഞുതരാം. അല്ല, കാരണം കുട്ടികളുടെ മുന്നിൽ ഒരു അധ്യാപകൻ ചോദിക്കുമ്പോൾ അവർ സ്വാഭാവികമായും ചിന്തിക്കും, അവർക്ക് അറിയാവുന്ന തരത്തിലേക്ക് പോകും. കാരണം ഇവിടെ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ന്യൂനപക്ഷം എന്നുള്ളത് പ്രഖ്യാപിത ന്യൂനപക്ഷങ്ങൾ എന്താണെന്നുള്ളത് കുട്ടികൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് അവർ സ്വാഭാവികമായും ഭൂരിപക്ഷമായിരിക്കാം എന്ന് കരുതി. ഭരണഘടനയെ കുറിച്ച് ശരി.